Welcome to Neethas Tasteland. നമുക്കിന്ന് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്ക് റെഡിയാക്കിയാലോ. അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട, അതുപോലെ തന്നെ അധികം കുക്കിംഗ് ടൈം ഇല്ല. നമ്മള് കുറച്ച് ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം മാത്രം മതി. പിന്നെ നമുക്ക് ഈ സ്നാക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ടൈമും അത്രയും സമയം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചവ്വരി ഉപയോഗിച്ചിട്ടുള്ള വടയാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അത് കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പരിപ്പോട ഉഴുന്നോട പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ട് ആ ചവരിയുടെ ഒരു വൈറ്റ് കളറും എല്ലാം കൂടി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റ് ആണ്. അപ്പോ ചവരി നമ്മള് വേവിക്കേണ്ട ആവശ്യമില്ല. ചവരി വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ വട ഉണ്ടാക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വട ഉണ്ടാക്കുമ്പോൾ പറഞ്ഞുതരാം. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചവരി വട റെഡിയാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ചവ്വരി വടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ ചവ്വരി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, സവോള, ഇഞ്ചി, പച്ചമുളക്, കടലമാവ്, പെരിഞ്ജീരകം, മല്ലിയില. നമ്മള് ചവ്വരി 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ നിന്ന് ഒരു സ്ട്രെയിനറിലേക്ക് എടുത്തു വെക്കുക, വെള്ളം പോവാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിപ്പോ സമയം കിട്ടുമ്പോൾ ചവ്വരി വെള്ളത്തിൽ ഇട്ട് വെക്കുക, അതിനുശേഷം 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യുക, അതിനുശേഷം എടുക്കുക. അത്രേ ഉള്ളൂ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ആ സോക്കിംഗ് ടൈം മാത്രം നമ്മൾ ശ്രദ്ധിക്കുക, 2 മണിക്കൂർ എന്നുള്ളത്. അപ്പൊ ചവരി നന്നായി സോക്ക് ആയി കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു വരും. ഈ രീതിയിൽ സോക്ക് ആവണം. അതിനാണ് 2 മണിക്കൂർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എടുത്തു വെക്കുന്ന ടൈം പ്രശ്നമില്ല. ഇപ്പൊ നമുക്ക് രാവിലെയാണ് സമയം കിട്ടുന്നതെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ചവരി വെള്ളത്തിലിടുക, 2 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് സൂക്ഷിച്ച് അടച്ചു വെക്കുക. എപ്പോഴാണ് നമ്മൾ വട ഉണ്ടാക്കുന്നത് ആ സമയത്ത് മിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതിപ്പോ 2 കപ്പ് ചവരിയാണ് ഞാൻ എടുത്തത് സോക്ക് ചെയ്യുന്നതിന് മുന്നേ. അതിലേക്കായിട്ട് 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഇത്രയുള്ള ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. സവോള ഇത് മതി. പിന്നെ ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് പകരം പച്ചമുളകാണ്. അപ്പൊ പച്ചമുളകിന്റെ എണ്ണം നമുക്ക് എത്ര എരിവ് വേണം എന്നുള്ളതനുസരിച്ച് തീരുമാനിക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് പച്ചമുളകും ഇഞ്ചിയും സവോളയും കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ മല്ലിയിലയാണ് ചേർക്കുന്നത്. കറിവേപ്പില ചേർക്കണം എന്നുണ്ടെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർക്കാം. ഞാനപ്പോ ഈ സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പൊ നമ്മൾ നമ്മുടെ സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പച്ചമുളകും ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ചവരിയിലേക്ക് ചേർക്കാം. അപ്പോ പച്ചമുളക് ചേർക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനാവുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക, കൂടുതൽ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിതിപ്പോ നമ്മൾ വലിയ ആളുകൾ കഴിക്കുന്ന രീതിയിലാണ് പച്ചമുളകിന്റെ അളവ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങ് ഉടച്ച് ചേർക്കാം. അതുപോലെ അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ പെരിഞ്ജീരകമാണ്. അപ്പൊ പെരിഞ്ജീരകം താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എന്താന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ പല വടകളും ചെയ്യുമ്പോൾ പറയാറുണ്ട് പെരിഞ്ജീരകം ചേർക്കുക എന്ന്. അപ്പോൾ പെരിഞ്ജീരകം ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെരിഞ്ജീരകത്തിന്റെ ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ വടയ്ക്ക് ടേസ്റ്റ് കൂടും. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കടലമാവ് ചേർക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ചേർക്കുക, അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർക്കാം. ആവശ്യമാണെങ്കിൽ എന്ന് വെച്ചാൽ നമുക്കിത് കറക്റ്റ് ആയിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റണം, ആ ഒരു രീതിയിലാണ് നമ്മൾ കടലമാവ് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിൽ മുളക് പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ പച്ചമുളകിന്റെ എണ്ണം കുറച്ചതിന് ശേഷം മുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ മുളക് പൊടി ചേർക്കുന്നില്ല. എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളകിന്റെ എരിവാണ് ഇതിൽ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് പച്ചമുളക് ചേർക്കുന്നത്. അപ്പൊ മുളക് പൊടി ചേർക്കുന്നതിൽ കുഴപ്പമില്ല. പിന്നെ നമ്മുടെ വടയുടെ കളർ കുറച്ച് റെഡ് കളർ ആവും, അത്രേ ഉള്ളൂ ഇതിൽ വരുന്ന വ്യത്യാസം. ഇപ്പൊ നമ്മൾ നമ്മുടെ ചവരി വടയുടെ മിക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചവരിയൊക്കെ ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, നമ്മൾ ബലം കൊടുത്ത് ചവരി ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ചവരി കറക്റ്റ് ആയിട്ട് മിക്സ് ആയിക്കോളും. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചവരി നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്താണല്ലോ, അപ്പൊ ആ ചവരിയുടെ ഉള്ളിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. നമ്മൾ പിഴിഞ്ഞല്ല എടുത്തത്, അരിപ്പയില് വെച്ചിട്ട് വെള്ളം പോകാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ആ നനവ് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു മിക്സ് നന്നായി മിക്സ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ പൊട്ടറ്റോയ്ക്ക് നനവുള്ളതാണ്, പൊട്ടറ്റോ കുക്ക് ചെയ്തതുകൊണ്ട്. എല്ലാം ചേർന്ന് വരുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല.
ആ സോക്കിംഗ് ടൈം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലാതെ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെയാണ് കടലമാവ് ചേർത്തത്. ഇനിയിപ്പോൾ നമുക്കിത് വടയാക്കി തുടങ്ങാം. വടയാക്കി തുടങ്ങുന്നതിന് മുന്നേയായിട്ട് കൈ നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ എടുത്ത് അടുത്ത് വെക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ എണ്ണ തടവിയതിന് ശേഷമാണ് ഇത് വട ആക്കിയിട്ട് പരത്തി എടുക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ എടുത്ത് വെക്കാന്ന് പറയുന്നത്. ഞാൻ ഈ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. ഞാനിപ്പോ ഇവിടെ കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വട പരത്തി വെക്കാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവാം. 2 കൈയിൽ നമ്മൾ ഒരുപോലെ തന്നെ എണ്ണ തടവുക. എന്താന്ന് വെച്ചാല് നമുക്ക് 2 കൈ ഉപയോഗിച്ചിട്ട് ഈ വട പരത്തി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഏത് വലിപ്പത്തിലുള്ള വട വേണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മിക്സ് എടുക്കാം. ഞാനിപ്പോ അധികം വലിയ വടയായിട്ടും ചെയ്യുന്നില്ല, തീരെ അങ്ങ് ചെറിയ വടയായിട്ടും ചെയ്യുന്നില്ല. ഇതുപോലൊരു ബോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ എണ്ണ തടവിയിരിക്കുന്ന കയ്യിലേക്ക് വെക്കുക. അതിനുശേഷം പതുക്കെ ഒന്ന് പ്രസ് ചെയ്യാം, നമ്മുടെ പരിപ്പ് വടയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അതൊന്ന് കറക്റ്റായിട്ട് ഉരുട്ടി ഷേപ്പ് ആക്കി എടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചൗവരി വട റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അധികം തിക്കായിട്ടുള്ള വട വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്നെസ്സിൽ വരുത്തിയെടുക്കാം. തിന്നായിട്ടുള്ള വട മതിയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തിന്നാക്കി എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് തിക്നെസ് ഉള്ള വടയായിരിക്കും എപ്പോഴും നല്ലത്. വളരെ ഈസി അല്ലേ, അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു വടയാണിത്. നമുക്കിത് പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ കയ്യിൽ എണ്ണ തടവണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഉരുളക്കിഴങ്ങുണ്ട്, അതുപോലെ തന്നെ കടലമാവുണ്ട്, ചൗവരിക്കും പശയുണ്ട്. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും വട റെഡിയാക്കുമ്പോൾ നമ്മൾ കയ്യിൽ എണ്ണ തടവുക എന്ന് പറയുന്നത്. അടുത്ത ബോൾ റെഡിയാക്കി അത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ആദ്യം പരത്തിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് സൈഡ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡ് കറക്റ്റ് ആയിട്ട് വന്നോളും. ഈ സമയത്ത് തന്നെ നമുക്ക് എണ്ണ വെച്ചിട്ട് ചൂടാക്കി വട പൊരിച്ചെടുത്ത് തുടങ്ങാം. ഒപ്പം ഇതിട്ട് കൊടുക്കുകയും ചെയ്യാം. അടുത്തടുത്ത് പരത്തി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാം പരത്തി എടുത്തതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പൊ ഞാനിത് മുഴുവൻ ഇനി ഇതുപോലെ വടയാക്കി എടുക്കട്ടെ. ഇപ്പൊ നമ്മൾ നമ്മുടെ ചൗവരി വട പരത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഈ ഒരു വലിപ്പത്തിലാണ് ചെയ്യുന്നതെങ്കിൽ 16 വട ഉണ്ടാക്കാനുള്ള മിക്സ് ഉണ്ട് നമ്മൾ ഈ 2 കപ്പ് ചൗവരി എടുത്തു കഴിയുമ്പോൾ. അപ്പൊ കുറച്ചുകൂടി വലിപ്പം കുറച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എണ്ണം ഉണ്ടാക്കാം. ഇനിയിപ്പോ നമുക്കിത് എണ്ണ ചൂടാക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ചൗവരി വട പൊരിച്ചെടുക്കാനായിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് വട ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വട ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണയുടെ ചൂടുകൊണ്ട് വടയുടെ പുറം വേഗം തന്നെ കുക്കായി കിട്ടും. പക്ഷെ ഇൻസൈഡ് കറക്റ്റായിട്ട് കുക്കായി വരില്ല. എല്ലാ സ്നാക്സും എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന റെസിപ്പീസും ചെയ്യുമ്പോൾ ഞാനിത് പറയാറുണ്ട്. എങ്കിലും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇത് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന വട ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സമയം നമുക്ക് ഒരു 4 വട ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഈ അളവിൽ എണ്ണ വയ്ക്കുകയാണെങ്കിൽ 4 വട ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയിലേക്ക് വട ഇട്ടിട്ട് ഉടനെ തന്നെ നമ്മൾ തിരിച്ചിടരുത്. 2 സെക്കൻഡ് ടൈം കൊടുക്കുക. ആ ഒരു സൈഡ് ഒന്ന് ക്രിസ്പി ആയി വന്നതിന് ശേഷം മാത്രം തിരിച്ചിടാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വട പൊട്ടിപ്പോവും. എണ്ണയിൽ മുഴുവനും സ്പ്രെഡ് ആവും നമ്മുടെ ചൗവരി. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ കപ്പ വട ചെയ്തത്. അപ്പോൾ കപ്പ വട ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. കുറച്ച് ഒരു പ്രിപ്പറേഷൻ ടൈം മാത്രമേ കൂടുതലുള്ളൂ. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. അപ്പോൾ കപ്പ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ്. കപ്പവട ഇതുവരെ കഴിച്ചിട്ടുള്ള ആളുകൾ ഒരു പ്രാവശ്യം കപ്പവട ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നമുക്കിപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലൈറ്റ് ആയിട്ട് കളർ ചേഞ്ച് ആയി വന്നിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം കുറച്ച് തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ വട തിരിച്ചിടാനായിട്ട് എപ്പോഴും ഒരു ഫോർക്കോ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൈ പൊള്ളാതെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് തിരിച്ചിടാം. അപ്പോൾ നമ്മൾ കോരി എടുക്കാൻ ഉപയോഗിക്കുന്ന കൈകളല്ലാതെ ഫോർക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. ഞാൻ എപ്പോഴും എല്ലാ സ്നാക്സും ചെയ്യുമ്പോൾ ഫോർക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് തിരിച്ചിടാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്ക് ഈസി ആയിട്ടുള്ള രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ് ഈ ഒരു ഫോർക്ക് എന്നാണോ പറയാന്നറിയില്ല.
ഞാൻ വലിയ ഫോർക്ക് അന്വേഷിച്ച് 2-3 ഷോപ്പിൽ പോയി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ബ്രോഡ്വേയിൽ പോയപ്പോൾ ഒരു സ്റ്റീൽ പാത്രം വിൽക്കുന്ന ഷോപ്പിൽ നിന്നാണ് ഇത് കിട്ടിയത്. അപ്പോൾ എനിക്കിതാണ് കുറച്ചുകൂടി കൈക്ക് ഇണങ്ങി വരിക. എന്താണെന്ന് വെച്ചാൽ തിരിച്ചിടാൻ എളുപ്പം ഇതാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട് ചില ചട്ടി ഇപ്പോൾ ചില പാത്രങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിവിടെ ഇന്ന ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളത്. അപ്പം സ്റ്റീൽ പാത്രങ്ങൾ വിൽക്കുന്ന ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഒന്നും. എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നീളമുള്ള പിടിയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൈ പൊള്ളില്ല. എണ്ണയുടെ ചൂടടിച്ചിട്ട് കൈ പൊള്ളുന്ന പ്രശ്നമൊന്നുമില്ല. ഈസി ആയിട്ട് തിരിച്ചിടുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റുമ്പോൾ നമ്മൾ കോരി എടുക്കാൻ ഉപയോഗിക്കുന്ന ആ നെറ്റ് യൂസ് ചെയ്യുക. പക്ഷെ ഇതുപോലെ തിരിച്ചിടാൻ എപ്പോഴും ഞാൻ ചെറിയ ഫോർക്കാണ് എടുത്തിരുന്നത്. ആ ഫോർക്ക് എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കൈ ഈ ചൂടടിച്ചിട്ട് കൈ പൊള്ളാറുണ്ട്. എപ്പോഴും കയ്യിലേക്ക് ആ ചൂടടിച്ച് വരാറുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡിലേക്കും തിരിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വടയുടെ ഇൻസൈഡ് കുക്കായി വരുന്നത് വരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ കുറേ സമയം എടുക്കും കുക്കാവാനായിട്ട്. അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് കുക്കാവില്ല. 2 സൈഡും കുക്കായി വരുമ്പോൾ നമ്മൾ ആ ചവ്വരി നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിൽ ഇങ്ങനെ നിൽക്കുക. അത് കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ ഒരു സർപ്രൈസ് ആയിരിക്കും. ഇങ്ങനെ ഒരു സ്നാക്ക് പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കുട്ടികൾ അധികം കഴിച്ചിട്ടുണ്ടാവില്ല. പിന്നെ പച്ചമുളകിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ചവ്വരി വട ഏകദേശം കുക്കായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കളർ ആയാൽ മതി. ഇനിയിപ്പോൾ അധികം കളർ ചേഞ്ച് ആവണ്ട. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ ചവ്വരി വട കുക്കായി കഴിയുമ്പോൾ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള വടയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചവ്വരി വടയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചവ്വരി കാണാൻ പറ്റും. അപ്പോൾ പുറം നല്ല ക്രിസ്പിയാണ്, ഇതിന്റെ ഇൻസൈഡ് ആണെങ്കിൽ നന്നായിട്ട് സോഫ്റ്റ് ആണ്. ചവ്വരി നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചവ്വരി വടയൊക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ ഇട്ടിരിക്കുന്ന സവാളയാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ മൊരിഞ്ഞു കാണുന്നത്. സവാളയും ആ പച്ചമുളകും ഒക്കെയാണ്. ഞാനിപ്പോ ഈ ചവ്വരി വടയുടെ കൂടെ ഇവിടെ വെച്ചിരിക്കുന്നത് കട്ടൻ ചായയാണ്. കട്ടൻ ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മസാല ചായ ചെയ്തിരുന്നു. അതിന്റെ കുറച്ച് കൂടി വ്യത്യസ്തമായ രീതിയിൽ കടുപ്പം കുറഞ്ഞ മസാല ഇട്ട കട്ടൻ ചായയാണ്. പക്ഷെ അതിൽ ചേർത്തതിനേക്കാൾ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് വ്യത്യാസമുണ്ട്. അത് ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഈ ചവ്വരി വട നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ സൗണ്ട് കൃത്യമായിട്ട് കേൾക്കാം കേട്ടോ. നമുക്ക് കണ്ടോ, ഇൻസൈഡ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഞാൻ സൗണ്ട് കേൾപ്പിച്ചു തരാം. നല്ല മൊരിഞ്ഞ സൗണ്ട് കേൾക്കുന്നില്ലേ? ഇതുപോലെ പുറം നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ചവ്വരി വടയും മസാല കട്ടൻ ചായയൊക്കെ ചേർത്ത് കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.